ഒരു വെള്ളിയാഴ്ചയാണ് നവാസ്ക മരണപ്പെടുന്നത്. നവാസ്ക മരിച്ച് പിന്നെ അപ്പോൾ ഞാൻ 2-3 വട്ടമൊക്കെ വീട്ടിൽ പോയി. കാരണം വീടടുത്താണ്, അല്ലെങ്കിലും നമ്മൾ പോവും. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം പോയി. കാരണം അധികം ചെന്നാലും പ്രയാസമാണ്. കാരണം ഇവരുടെ മക്കളുടെയും ഇവരുടെയൊക്കെ ഫേസ് കാണുമ്പോൾ നമുക്ക് പ്രയാസമാണ്. പിന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. കാരണം അവർ വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്ദർശകരുടെ ബഹളമാണ്. കാരണം നവാസ്കാനുള്ള ഇഷ്ടം അതാ പറഞ്ഞു, നേരത്തെ പറഞ്ഞില്ല, മണിച്ചേട്ടൻ്റെ ഒരു വിയോഗത്തിന് ശേഷം ഇത്രയും സ്നേഹിക്കുന്ന ഒരാള് വേറൊരു കലാകാരൻ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരുപാട് പേര് നമ്മൾ കലാകാരന്മാരെ മരണം, ഇത്രയും ക്രൂ വരുന്ന ആളുകൾ അതിലൊരു മരണം വിവരം വേറെ കണ്ടിട്ടില്ല. ഒരു വെള്ളിയാഴ്ചയാണ് നവാസ്ക മരിച്ചത്. പിന്നത്തെ വെള്ളിയാഴ്ച ഇപ്പോൾ ഈ പറഞ്ഞാൽ അന്ന് ഞാൻ പുള്ളിയുടെ ഖബറിങ്ങായിട്ടാണ് ഞാൻ പോയത്. കാരണം വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കുകയും ആലുവ പള്ളിയിലാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നിയാസ് ഖാൻ്റെ അനിയൻ, നിസാം, ഉപ്പ, അങ്ങനെ അവരുടെ മാമമാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് അങ്ങനെ അധികം ആൾക്കാർ, ഞാനും കുറച്ച് ആൾക്കാരുണ്ടായുള്ളൂ. അന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഉസ്താദ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഈ അറ്റത്ത് നിൽക്കുമ്പോൾ അറ്റത്ത് നവാസ്കയുടെ ഇളയമ വന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദിൻ്റെ ഈ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ കുടുംബത്തിന് അവൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരിങ്ങനെ വന്നുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്ക് പെടുന്നു. മക്കളെ കാണുമ്പോൾ എനിക്ക് മക്കളെ ഭയങ്കര, എനിക്കും ഭയങ്കര കാര്യമാണ്. അത് അവരങ്ങനെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്.